നമ്മൾ ഒരു 5.5-6 വർഷം ഈ കോഴ്സ് പഠിച്ച് ആൾക്കാർ ഈ ഹൈപ്പൊക്കെ തന്ന അതാണ് ഇതാണ് ഡോക്ടർ ഓ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കോഴ്സ് പഠിച്ചിട്ട് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് നക്കാപ്പിച്ച ശമ്പളമാണ്. അതും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് നക്കാപ്പിച്ച തരുന്നതാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അവിടെ എല്ല് നുറുങ്ങണ വരെ പണിയെടുക്കണം. ചില ദിവസങ്ങളിൽ 36-48 ഷിഫ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പണിയെടുത്ത് നമ്മൾ ഇതേപോലെ ആഴ്ചയിൽ ഒരു ലീവും ഇല്ല, ഞായറാഴ്ചയും ഉണ്ട്, എല്ലാ പബ്ലിക് ഹോളിഡേയ്സും വർക്ക് ഉണ്ട്, ലീവ് പോട്ടെ ഉറക്കം പോലും ഇല്ലാതെ നമ്മൾ ഇവിടെ ജോലി എടുത്തിട്ട് നമുക്ക് തരുന്ന ശമ്പളമാണ് 40,000. ഒരു മോമോ കട ഇട്ടാൽ കിട്ടും അതിന്റെ 3 ഇരട്ടി. ഞാൻ ഇവരോട് പറഞ്ഞു ഒരു 50,000 ഇല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു പോയിക്കോളാൻ. അപ്പൊ ഞാൻ പറഞ്ഞു നീ പോടാ, എനിക്ക് വേണ്ട നിന്റെ പരട്ട ജോലി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോന്നു അന്തസ്സായിട്ട്. ബേസിക്കലി ഇതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാത്തത്. ആൻഡ് പൈസ ഉണ്ടാക്കണമെങ്കിൽ ദ ഓൺലി ഓപ്ഷൻ യു ഹാവ് ഇസ് ടു കംപ്ലീറ്റ് യുവർ PG. ആൻഡ് PGക്ക് ശേഷം നിങ്ങൾക്ക് നല്ലൊരു പാക്കേജ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എഗെയിൻ PGക്ക് നമ്മൾ പഠിക്കാൻ കയറണമെങ്കിൽ എൻട്രൻസ് എഴുതണം. എൻട്രൻസ് എഴുതിയിട്ട് ഒരു 1000 പേര്, 1000 പേരൊന്നല്ല, എന്നാലും ഞാൻ ഒരു എസ്റ്റിമേറ്റ് പറയാണ്, 1000 പേര് എൻട്രൻസ് എഴുതാണെങ്കിൽ ഒരു 10 പേർക്കേ കിട്ടുള്ളൂ. ഈ ഒരു റേഷ്യോയിലാണ് സീറ്റുകൾ ഉള്ളത്. മരിച്ചു പഠിച്ച ഒരു സീറ്റ് കിട്ടിയാലേ ഉള്ളൂ. ഇനി പുറത്തു പോകേണ്ട കേസാണെങ്കിൽ അവർക്ക് നമ്മളെ പുല്ല് വിലയാണ്. അവർ നമ്മൾ വരുമ്പോൾ തന്നെ പറയുമ്പോൾ നിങ്ങൾ ഒന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല, ഇറങ്ങി പോടാം. ഇനി നമ്മൾ നാട്ടിലെ PGക്ക് കയറി എന്ന് തന്നെ വിചാരിച്ചു, എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് കയറി കഴിഞ്ഞാൽ ആട്ടും തുപ്പും നിറഞ്ഞ ഒരു 3 വർഷത്തെ ജീവിതം. അവിടെയും ഉറക്കമില്ല, ഒന്നുമില്ല, വെറും ഒരു സോംബിയുടെ പോലെ ഒരു ലൈഫ്. ഇദ്ദേഹം പറഞ്ഞ ഒരു വേർഡ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, സോംബികൾ. എൻ്റെ പ്രിയപത്നി PG ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ ഈ ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട് കളിയാക്കാൻ വേണ്ടി. അങ്ങനെ കളിയാക്കരുത്, ഇതൊക്കെ പൊളിറ്റിക്കലി റോങ് ആണ് എന്നുണ്ടെങ്കിലും അതിനേക്കാളും ഹീനകരമായിട്ടുള്ള കളിയാക്കലുകൾ ഞാൻ ഇതേ ഒരു പ്രൊഫഷൻ വെച്ചിട്ട് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ ഫെയ്ഡായിട്ടുള്ള ഒരു കുർത്തി എന്നൊക്കെ പറയുന്ന ചുരിദാർ പോലത്തെ ഒരു വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ കണ്ട അസൽ PG ലുക്കുണ്ട്, PG ഡോക്ടർ ലുക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വഴിക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകളുണ്ട്. MBBS ഒക്കെ പഠിക്കാൻ വരുന്ന കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് നല്ല അടിപൊളിയായിട്ട് ഭയങ്കര പ്രസൻറ്റബിളായിട്ട് നടക്കും. ഈ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഈ കുട്ടി പറഞ്ഞതുപോലെ സോംബികളെ പോലെ എന്തെങ്കിലുമൊക്കെ ഫെയ്ഡായിട്ടുള്ള ഒരു കുർത്ത എടുത്തിട്ട് ഒരു സ്റ്റെത്തും തൂക്കി ഒരു സൈഡിലോട്ടുള്ളൊരു ബാഗ് ഇട്ട് ഇങ്ങനെ നടക്കും. സോംബികളെ പോലെ ഇവർ നടക്കും എന്ന് പറയുന്നത് കൃത്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദീർഘനേരത്തെ ഉറക്കമില്ലായ്മ ഇവർക്ക് അന്തവും കുന്തവും ഇല്ലാത്ത ഒരു നടപ്പും രീതികളൊക്കെ സമ്മാനിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഉറക്കമൊന്നും കിട്ടാതെ ഇങ്ങനെ ആകെ മൊത്തത്തിൽ അന്തക്കേടായിട്ട് നടക്കുന്ന ആ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. അതാണ് ഈ ഡോക്ടേഴ്സിൻ്റെ ഒരു ഭാഗം ആളുകളുടെ ഒരു റിയാലിറ്റി. അതൊക്കെ കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിനൊക്കെ പോയി മികച്ച ക്വാളിഫിക്കേഷനൊക്കെ ആയി എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം വഴിയിൽ ക്ലിനിക്കൊക്കെ ഇട്ടിരിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഈ കുട്ടികളുടെ കഷ്ടപ്പാടിനെ നമ്മൾ ചെറുതാക്കി കാണരുത്. നാളെ നിങ്ങൾക്ക് പൈസ കിട്ടുമല്ലോ എന്ന് അസൂയോടെ പറഞ്ഞിട്ട് നിങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ കിടന്ന് കഷ്ടപ്പെട്ടോളൂ എന്നൊക്കെ പറയുന്ന ക്രൂരതകൾ നമ്മുടെയൊക്കെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പൈസയുടെ കാര്യത്തിൽ വേറെ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്, വലിയ വിഷമമുള്ളൊരു സംഗതിയുണ്ട്. എന്ന് കിട്ടും ഇവർക്ക് സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഒരു 10-35 വയസ്സ്, ഒരു 32, 33, 34 വയസ്സിലൊക്കെ കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മറ്റ് ടെക്നിക്കൽ പ്രൊഫഷനൊക്കെ കൈകാര്യം ചെയ്യുന്ന പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ, പ്രൊഫഷണൽസ്, ഇപ്പം ഡോക്ടേഴ്സിൻ്റെയും ലോയേഴ്സിൻ്റെയൊക്കെ കാര്യം ആളുകൾ പറയുന്നുണ്ട്. ഓക്കെ, ലോയർ ആണെങ്കിൽ തന്നെ കറക്റ്റായിട്ട് പഠിച്ച് ഒരു 25 വയസ്സിന് മുൻപ് പാസ്സായി കഴിഞ്ഞാൽ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് കഴിയുമ്പോഴത്തേക്ക് ഈ ഡോക്ടറെക്കാളിൽ കൂടുതൽ സാലറി ഉണ്ടാവും. എന്നാലും വൈകിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാമല്ലോ പല ലോയേഴ്സിനും, രാത്രി കോടതിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇവർക്ക് ഈ 33-34 ആയാലും ഈ പറയുന്ന ശമ്പളമൊക്കെ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് വളരെ ഒരു വലിയ റിയാലിറ്റിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കുറേയധികം ആളുകൾ ചൊടിപ്പിച്ചു. ആരാണ് ആ ചൊടിപ്പിക്കപ്പെട്ട ആളുകൾ, ദേഷ്യം വന്ന ആളുകൾ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നക്കാപ്പിച്ചയായിട്ടുള്ള 40,000 രൂപ, അദ്ദേഹത്തിന് നക്കാപ്പിച്ചയാണ് 40,000 രൂപ എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ദേഷ്യപ്പെടുന്ന എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ നക്കാപ്പിച്ചയായിട്ടുള്ള 40,000 രൂപ നിങ്ങൾക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതാവസ്ഥ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥയിൽ ആ ഒരു 40,000 രൂപ നക്കാപ്പിച്ചയാണ്. അതിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതാവസ്ഥയും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നതും അതിൽ കൂടുതലാണ്. അതിൽ നിങ്ങൾ കുണ്ഠിതപ്പെട്ടിട്ട് എന്ത് കാര്യം? നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന 40,000 ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ആളുകളുടെ പരാതിയല്ലല്ലോ. പിന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ട സമയത്ത് എനിക്ക് ഒടുക്കത്തെ കോൺഫിഡൻസ് കിട്ടി. ഞാൻ ഒടുക്കലത്തെ റിച്ച് ആണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എനിക്കും 40,000 രൂപ വലിയ കാര്യമായിട്ടുള്ളൊരു എമൗണ്ട് ഒന്നുമല്ല, നക്കാപ്പിച്ചയോട് അടുത്തിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ് എന്ന് ഞാൻ എക്സ്പെൻസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ചിന്തിക്കാറുണ്ട്. ഈ 40,000 രൂപ കൊണ്ട് ആർക്ക് ജീവിക്കാൻ പറ്റും?
ഈ കമന്റ് ഇട്ടിട്ടുള്ള പല ആളുകളും പറയും 40,000 കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് മലമറിക്കാം. 40,000 കൊണ്ട് ജീവിക്കാനായിട്ട് പറ്റുന്ന 2 കാറ്റഗറി ആളുകളേ ഉള്ളൂ. ഒന്ന്, ബാക്കിയുള്ള ആളുകളും കൂടെ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ബേസ് ഉള്ള ആളുകൾ, അതായത് ഡാഡി വെച്ച് തന്ന വീട്ടിൽ കിടന്ന് ഉണ്ടുറങ്ങുന്ന ആളുകൾ, ഡാഡിയോ മമ്മിയോ വാങ്ങിച്ചു തന്ന കാർ ഓടിച്ച് നടക്കുന്ന ആളുകൾ, സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, സ്വന്തമായിട്ട് ഒരു വീട് പണിതതിന് EMI അടച്ച്, സ്വന്തമായിട്ട് ഒരു കാർ വാങ്ങിച്ച് പെട്രോൾ അടിച്ച് അതിൻ്റെ ഇൻഷുറൻസ് കെട്ടി EMI അടച്ച് പോകുന്ന ഒരുത്തിന് 40,000 രൂപയ്ക്കൊന്നും ഒരു പരിപാടി നടക്കില്ല. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഒരു കുടുംബത്തിന് ഫൗണ്ടേഷൻ ഉണ്ടാക്കി വീട്ടിലുള്ള ആളുകളെ നോക്കി നല്ല രീതിയിൽ, നിങ്ങൾ നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, എൻ്റെ നല്ല മികച്ച വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്താണെന്ന് ഞാൻ പറയാം. കുട്ടികൾക്ക് നല്ല ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടി പറ്റണം. എങ്ങനെയാണ്? ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ പോയി ക്യൂ നിന്ന് ആകെ മൊത്തത്തിൽ വശം കെട്ട് കൊടുക്കുന്നതല്ലാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടെ നമുക്ക് സമയബന്ധിതമായി കുട്ടികൾക്ക് നല്ല മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനായിട്ട് പറ്റണം. ഈ പറയുന്ന എല്ലാ ആളുകൾക്കും നനയാതെ ഈ ക്ഷുദ്രജീവികളുടെ കടിയൊന്നും ഇങ്ങനെ കൂടെ കൊള്ളാതെ കിടക്കാൻ പറ്റുന്ന ഒരു ഷെൽട്ടർ വേണം. അതേപോലെ തന്നെ മഴ പെയ്യുമ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നനയാതെ പോകാനായിട്ട് ചെറുതാണെങ്കിലും ഒരു മാരുതി 800 കാർ പോലെയുള്ള ഒരു കാറ് വേണം. ഈ വാഹനം എന്നൊക്കെ പറയുന്നത്, ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നമുക്ക് രാത്രിയിൽ നമ്മളുടെ കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ട് ഡ്രോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഇതൊക്കെ അത്യാവശ്യമുള്ള സംഗതിയാണ്. ഇതൊന്നും ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഓക്കെ, 40,000 രൂപ ഓക്കെയാണ്. പിന്നീട് എന്താണ് വേണ്ടത്? ഒരു അൺഎക്സ്പെക്റ്റഡ് എമർജൻസി വന്നു കഴിഞ്ഞാൽ, അതിപ്പോൾ ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ്, ഒന്ന് ആലോചിച്ച് നിൽക്കുക. വീട്ടിലെ TV അങ്ങോട്ട് അടിച്ചു പോയി. ഈ 40,000 രൂപ ഉള്ളവൻ ഒരു മാസം ശമ്പളം മുടക്കേണ്ടി വരും ഒരു TV വാങ്ങാനായിട്ട്. അങ്ങനെ വീട്ടിൽ എന്തൊക്കെയോ സാധനങ്ങൾ അടിച്ചു പോകാനായിട്ട്, റിപ്പയർ ചെയ്യാനായിട്ടൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ നാട്ടിലെ വീട്ടിലെ മോട്ടർ അടിച്ചു പോയി. വെറുതെ 100-500 പരിപാടിയുള്ളൂ എന്ന് വിചാരിച്ച് വീട്ടിൽ ചെന്നാണ് മോട്ടർ നന്നാക്കാൻ പറ്റാത്ത രീതിയിൽ പോയി. 12,000 രൂപ വേണം ഒരു ചെറിയ മോട്ടർ വാങ്ങി വെക്കാനായിട്ട്. ഇതൊക്കെ വേണ്ടതല്ലേ? അപ്പോൾ ഇതേപോലെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. 40,000 ഡിവൈഡഡ് ബൈ 30 നോക്കുക. ചില മാസം 31 ഉണ്ട്. പെട്ടുപോകും. 1,300 രൂപ സംതിങ്ങേ ഉള്ളൂ. 1,300 രൂപ കൊണ്ട് കഷ്ടിച്ച് അരിഷ്ടിച്ച് ജീവിക്കാം എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് നീക്കിയിരിപ്പ് ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റില്ല. ഈ 1,333 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചില ആളുകളൊക്കെ പറയും പറ്റും, ഞാൻ അങ്ങനെയൊക്കെ വീട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പറ്റുമായിരിക്കും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കയറി കിടക്കാനായിട്ട് നിങ്ങളുടെ പൂർവികരായിട്ട് വെച്ചിട്ടുള്ള വീട്, പറമ്പിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ ഈ 40,000 രൂപ പോരാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ജീവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജനിച്ചു വളർന്ന നാട്ടിൻപുറത്ത് അവർ പഠിച്ചിട്ടുള്ള ജോലി ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഡോക്ടർ, ഒരു PG എടുത്തിട്ടുള്ള ഒരു ഡോക്ടർ, അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി എടുത്തിട്ടുള്ളൊരു ഡോക്ടർ, അവർക്ക് നാട്ടിൻപുറത്ത് എത്ര ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്, അവിടെ ജോലി കിട്ടണമെന്നില്ല. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ജോലി കിട്ടുന്ന ഒരു സിറ്റിയിലേക്ക് പോവേണ്ടി വരും. സിറ്റിയിൽ ഒരു കുടുംബമായിട്ടൊക്കെയാണ് താമസിക്കുന്നത്. അല്ലെങ്കിൽ പോട്ടെ, ഒരു പ്രൊഫഷണൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് എത്ര റെൻറ്റ് കൊടുക്കണം? ഒരു 12,000 രൂപ റെൻറ്റ് കൊടുക്കണം. അപ്പോൾ ചില മിടുക്കന്മാർ, സാമ്പത്തിക വിദഗ്ധന്മാർ ഇങ്ങനെ പറയും, ഷെയർ ഇട്ട് റൂം എടുത്താൽ പോരെ, ഷെയർഡ് സ്പേസിൽ കിടന്നാൽ പോരെ. അതിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. 10-25 വയസ്സ് വരെ പഠിച്ചിട്ട്, ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട്, ഇത്ര വലിയ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്ന വലിയ സമ്പന്നതയുടെ പടവുകൾ കയറുന്നു എന്നൊക്കെ ആളുകൾ പറയുന്ന ജോലി കിട്ടിയിട്ട് ഷെയർഡ് സ്പേസിൽ കിടക്കേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ചിട്ടാണ് ഈ 40,000 കണക്ക് വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ അത്രയധികം നിങ്ങളുടെ ലൈഫ് ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഇവർ ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞതിൻ്റെ മൊത്തത്തിലുള്ള സാരാംശം. ഓക്കെ, 40,000 രൂപ ഉണ്ടല്ലോ, ഭയങ്കര ശമ്പളമാണല്ലോ. ഇപ്പോൾ ഈ 40,000 രൂപ ശമ്പളം നാട്ടിൻ പുറത്താണെങ്കിൽ ഓക്കെ, നിങ്ങൾ ബസ്സിന് കയറി പോകുന്നു, നിങ്ങളുടെ ആ ഒരു ബസ് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്നു, ഓക്കെ. പക്ഷേ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ ടൗണിലേക്ക് മാറുന്ന സമയത്ത് 12,000 രൂപ റെൻറ്റിന് അങ്ങോട്ട് മാറും. പിന്നെ ബാക്കി എത്രയുണ്ട്? ഈ 40,000 രൂപയിൽ നിന്ന് 12,000 അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 28 രൂപയേ ഉള്ളൂ. നിങ്ങൾക്ക് ജോലി കിട്ടുന്ന സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത് ആ ബിൽഡിങ്ങിനോട് ചേർന്നാണ്, അല്ലെങ്കിൽ അവിടുന്ന് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് യാത്രാ ചെലവില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ബസ്സിന് പോയിട്ട് വരുന്ന ഒരു ഡിസ്റ്റൻസ് ആണെങ്കിൽ ഓക്കെ, അതും ഇല്ല എന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്, ഓക്കെ, ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഓൺ കോളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വണ്ടി ഓൺ ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു ബൈക്ക് ആണെങ്കിലും ഒരു സ്കൂട്ടർ ആണെങ്കിലും ഫ്യൂൽ അടിക്കണ്ടേ? ഇതൊന്നും ചുമ്മാ ആരും കൊണ്ട് നിരത്തില്ലല്ലോ. ഞാൻ വീണ്ടും പറഞ്ഞതുപോലെ ഡാഡി വാങ്ങിച്ചു തന്ന സ്കൂട്ടറാണ് എന്നുണ്ടെങ്കിൽ, ഡാഡി വാങ്ങിച്ചു തന്ന കാറാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ചിലവില്ല. അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ EMI അടയ്ക്കണം, ഫ്യൂൽ അടിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അവർ നമുക്ക് 40,000 തരുന്നുണ്ട്. ആ ജോലി ചെയ്യാൻ വേണ്ടി അവിടെ പോയി താമസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ 12,000 പ്ലസ് ഒരു 8,000 കണക്കാക്കി കഴിഞ്ഞാൽ, ട്രാൻസ്പോർട്ടേഷനും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 20,000 അവിടെ കൊടുക്കേണ്ടി വരും.
അത് ആ ജോലി നമ്മൾ ചെയ്യാൻ വേണ്ടി പോയതുകൊണ്ടാണ് ആ ഒരു 20 ആവുന്നത്. വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ചില സമയങ്ങളിൽ ലാഭം. ഇനി ബാക്കി 20 രൂപയുണ്ട്. വേറെ ഒരു വലിയ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഒരാൾക്ക് മാത്രം താമസിക്കാനായിട്ടുള്ള ചെലവിനെ കുറിച്ചിട്ട് മാത്രം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കി 20,000 രൂപയുണ്ട്. സാമ്പത്തിക വിദഗ്ധന്മാർ വീണ്ടും പറയും 20,000 രൂപയുണ്ടല്ലോ, എനിക്ക് പണ്ട് 20,000 രൂപ സാലറി ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഈ 20,000 കൊണ്ട് ജീവിതകാലം മുഴുവൻ മുന്നോട്ടേക്ക് പോകാനായിട്ടല്ല പല ആളുകളും, ബുദ്ധിയുള്ള പല ആളുകളും ആഗ്രഹിക്കുന്നത്. അവർക്ക് അവരുടെ സ്കിൽസിനെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഒരു ഡോക്ടറാണ്, ഒരു MBBS മാത്രമുള്ള ഒരു ഡോക്ടറാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആഗ്രഹം ഉണ്ടാവും, ഒരു PG എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതിൻ്റെ ബുക്സ് വാങ്ങി പഠിക്കണം. ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. മാരോ പോലുള്ള പ്ലാറ്റ്ഫോംസ് അല്ലേ ഡോക്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാ പൈസയാണ് അതിന് നിയർലി 1 lakh എങ്ങാണ്ട് ഒരു വർഷം അതിന് കൊടുക്കണം. പിന്നെ ഇതിനു വേണ്ടിയുള്ള പുസ്തകങ്ങളും മറ്റും വാങ്ങണം. 10,000 വരെയുള്ള പുസ്തകങ്ങളും മറ്റും വാങ്ങണം. ഈ 20,000 കൊണ്ടിട്ട് അത് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് വീണ്ടും എത്രയോ വർഷം കഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കാണ് PGക്ക് ഒരു സീറ്റ് കിട്ടുക. അപ്പോൾ ഇതിനിടയിൽ കുടുംബവും, അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ സമാധാന സന്തുഷ്ട കുടുംബമൊക്കെ ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടേ? അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഇത്രയധികം കഷ്ടപ്പെട്ട് എൻട്രൻസ് ഒക്കെ എഴുതി ഈ ഒരു ജോലിയൊക്കെ ഇങ്ങനെ മണിക്കൂറുകളോളം ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചും കൂടെയൊക്കെ സാലറി കൊടുക്കണം. അത്രയെങ്കിലും അവരോട് നമ്മൾ ഒരു കരുണ കാണിക്കേണ്ടതുണ്ട്. ഇവർക്ക് കിട്ടുന്ന ഈ ഒരു 40,000 രൂപ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നാട്ടിലെ ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ ശമ്പളമായിട്ടൊന്നുമല്ല. ആ ഒരു ടീച്ചറൊന്നും അത്രയധികം വലിയ റിസ്ക് ഒന്നും എടുത്ത് പഠിച്ചിട്ടുള്ള ആളുകളല്ല. നമ്മളും അധ്യാപനത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ ടീച്ചർമാരുടെയൊക്കെ പഠിപ്പിൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം. ഏത് ഡിഗ്രി പഠിച്ചാലും അതിൻ്റെ PG ഉണ്ട് എന്നുണ്ടെങ്കിൽ, നെറ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നെറ്റിന് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ചൊക്കെ പോയിക്കോളും. പിന്നെ ഫിസിക്സ് പോലെയുള്ള സയൻസ് സബ്ജക്റ്റൊക്കെ ഇത്തിരി പാടാണെന്നുണ്ടെങ്കിലും ഓക്കെ, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ അതൊക്കെ പഠിച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ എളുപ്പമാണ്. വലിയ കാര്യമായിട്ടുള്ള റിസ്ക്കുകളൊന്നും എടുക്കുന്നില്ല. ഇഷ്ടംപോലെ അവധികളുണ്ട്. ഉറക്കമുളച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കുറേയധികം മഴയുടെ അവധിയും സമരത്തിൻ്റെ അവധിയും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ ഇത്ര സ്കിൽഡായിട്ടുള്ള, ഇത്ര കഷ്ടപ്പെടുന്ന ഇവർക്ക് ഈ 40,000 മതിയോ എന്നുള്ളതാണ് ചോദ്യം. പോരാ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഇനി ഇതിൻ്റെ താഴെയുള്ള 1-2 കമൻറ്റുകളിലേക്ക് പെട്ടെന്നൊന്ന് പോവുകയാണ്. 40K ആണോ നക്കാപ്പിച്ചത്? ഞാൻ ഇതിൻ്റെ ഉത്തരം മുന്നേ തന്നെ പറഞ്ഞായിരുന്നു. വേറെ ഒരാളുടെ നക്കാപ്പിച്ചത് നിങ്ങൾക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളും നിങ്ങളുടെ പണത്തോടുള്ള കാഴ്ചപ്പാടും അത്ര ആയതുകൊണ്ടാണ്. ഈ പണത്തിനൊന്നും വലിയ കാര്യമായിട്ട് ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നക്കാപ്പിച്ച എന്നൊന്നും പറയുന്നതിനകത്ത് ഒരു വേദനയും വിഷമമൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പണമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നഷ്ടപ്പെടാം. അങ്ങനെ വരാനും പോവാനും, ആളുകൾ പറ്റിച്ചുകൊണ്ട് പോകാനായിട്ടും ആളുകളെ പറ്റിക്കാനായിട്ടും ഒക്കെ സാധ്യതയുള്ള ചുമ്മാ ഒരു ക്രയവിക്രയ ഉപാധി മാത്രമാണ്. അപ്പോൾ അതിന് ആ വലിയ റെസ്പെക്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സ്കില്ലുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം പണം ഉണ്ടാവും. നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്, ആ ഒരു സ്കില്ലിന് 40,000 മതി എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അതിന് പരിധിയില്ലാത്ത വരുമാനം ലഭിക്കുന്ന തരത്തിലേക്ക്, മികച്ച ഓഫറുകൾ ലഭിക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കേണ്ടതിന് പകരം ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ അസൂയ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മളങ്ങനെ അണ്ടർലൈൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിൽ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വിചാരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കരിയർ ഷിഫ്റ്റ് ചെയ്യണം. വേറെ ഏതെങ്കിലും പുതിയ അഡീഷണൽ ഒരു ക്വാളിഫിക്കേഷൻ കൂടെ നേടാനായിട്ട് ശ്രമിക്കണം. ഇപ്പം എൻ്റെ കരിയറിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, മീഡിയ ഫീൽഡിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഭയങ്കരമാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ അടുത്ത ഡിഗ്രി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ 3 വർഷം വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ പഠിക്കാൻ വേണ്ടി പോകുമ്പം എനിക്ക് അവിടെ കിട്ടിക്കൊണ്ടിരുന്ന 40,000-നേക്കാളും എത്രയോ മുകളിലുള്ള തുക കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് വേണ്ടെന്ന് വെക്കേണ്ടി വരും. പക്ഷേ എന്തിനാണ് നമ്മളത് വേണ്ടാന്ന് വെക്കുന്നത്? അത് ഭയങ്കര പൈസയാണെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഡോക്ടേഴ്സിനാണെങ്കിലും അതിൽ തന്നെ നിലനിന്ന് കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ടും കൂടുതൽ നല്ല സെക്യൂർ ആയിട്ടുള്ള ജോബ് നേടാനായിട്ടും ആഗ്രഹിക്കുന്ന ആളുകൾ അതിനുവേണ്ടി കഷ്ടപ്പെടും. അതിനുവേണ്ടിയൊക്കെ കഷ്ടപ്പെടുന്ന സമയത്തും അവർ നേടിയെടുത്ത ആ ഒരു ഡിഗ്രി കൊണ്ട്, അണ്ടർ ഗ്രാജുവേഷൻ കൊണ്ട് പ്രത്യേകിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള ഫ്യൂല് കിട്ടുന്നില്ല, അതിനുള്ള വരുമാനം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ഇതിൻ്റെ താഴെ ജൂനിയർ അഡ്വക്കേറ്റ്സിൻ്റെ അവസ്ഥ ആളുകൾ പറയുന്നുണ്ട്. ജൂനിയർ അഡ്വക്കേറ്റ്സിൻ്റെ അവസ്ഥ ഓക്കെ, ഇപ്പം നമ്മളും ഈ ലോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് പറയണമല്ലോ. ഇതിൻ്റെ സിലബസിനകത്ത് എങ്ങനെയാണ് കോടതിയിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന സംവിധാനങ്ങളും ഇല്ല. അത് ലോയേഴ്സിനൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് നിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയൊക്കെ തരത്തുള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയിൽ അവർ കാര്യങ്ങളെ സമീപിക്കും. നമ്മളതിനു വേണ്ടി നമ്മളതിനു വേണ്ടി വിധിക്കപ്പെട്ട ആളുകളാണ്. നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ആ ഒരു വിദ്യാഭ്യാസം നേടാനായിട്ട്, നമ്മൾ വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് അങ്ങോട്ടല്ലേ പൈസ കൊടുക്കുക, ഇങ്ങോട്ടൊന്നും നമുക്ക് കിട്ടാറില്ലല്ലോ. അതേപോലെ തന്നെ കോടതിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസം നേടുന്നതായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പം 3 വർഷമാണ് യൂണിറ്ററി LLB
ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് എന്നുണ്ടെങ്കിൽ അവരതിനെ ഒരു 5 വർഷമായിട്ട് കണക്കാക്കി 2 വർഷവും കൂടെ ഏതെങ്കിലും അഡ്വക്കേറ്റിൻ്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മിനിമം ചെയ്യുക. 2 എന്നൊക്കെ പറയുന്നത് മിനിമമാണ് കേട്ടോ. വീണ്ടും അത്രയും കൂടെ പഠിക്കേണ്ടി വരും എന്നുള്ള മെൻറ്റാലിറ്റിയോടെ നമ്മളതിനെ നോക്കി കാണേണ്ടി വരും. കോളേജിൽ നിന്ന് പഠിക്കുന്നതെന്ന് വെച്ചിട്ട് കോടതിയിൽ ചെന്ന് കസറാൻ പറ്റില്ല എന്നുള്ളത് നമ്മളുടെയൊക്കെ ടീച്ചേഴ്സും അതേപോലെ തന്നെ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നതല്ലേ. അവിടെ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്ക് ഈ പഠന കാലയളവിൽ 10-500 കിട്ടുന്നുണ്ട് എന്ന് തന്നെ വലിയ കാര്യമാണ്. കാരണം പഠിക്കാണല്ലോ. ഓക്കെ, നമ്മൾ പഠിച്ചതിന് ശേഷം ഒരു കാര്യം ചെയ്യുമ്പോൾ പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളെ കോടതി നടപടികൾ കാര്യമായിട്ട് ഈ പ്രാക്ടിക്കൽ ഒന്നും തന്ന് പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഓക്കെ, അതിനെ പഠനമായിട്ട് തന്നെ നോക്കി കാണേണ്ടി വരും. പിന്നെ ഡെൻറ്റിസ്റ്റുകളെ കുറിച്ചിട്ട് ആളുകൾ പറയുന്നുണ്ട്, അതൊരു റിയാലിറ്റിയാണ്. പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയുള്ള പല്ലുകളോ പല്ലിന് കേടുകളോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതും അവരുടെ ജീവിതത്തിലൊരു വെല്ലുവിളിയാണ്. ഇഷ്ടംപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് ഇടുന്ന ആളുകൾ ഡെൻറ്റിസ്റ്റുകളായിട്ട് നമ്മളെ ചുറ്റിനും കാണാനായിട്ട് സാധിക്കും. അതും ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ഡിമാൻഡിനെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ചില കോഴ്സുകൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആയുർവേദം എടുത്തിട്ട് നമുക്ക് ആയുഷ് ഡോക്ടേഴ്സിന് ബുദ്ധിമുട്ടേണ്ടി വരില്ല, നാച്ചുറോപ്പതിക്കാർക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല, ഹോമിയോക്കാർക്ക് നെടുവേർപ്പെടേണ്ടി വരില്ല. കാലഘട്ടത്തിന് യോജിക്കുന്ന സ്കോപ്പൊക്കെ ഉള്ള ഒരു സംഭവം കൂടെ ചൂസ് ചെയ്യണം. റാങ്ക് കുറവാണ് അതുകൊണ്ട് ഹോമിയോ എടുത്തേക്കാം എന്ന് വിചാരിക്കുന്നത് ഒരു മണ്ടത്തരൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി എടുത്തു കഴിഞ്ഞാലോ പിന്നെ മുന്നോട്ടേക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര സൂപ്പറാണ്, ബാക്കിയോ ഒന്നും ശരിയല്ല, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇതിനു വേണ്ടി ഇങ്ങനെ വാദിക്കേണ്ടി വരും. പിന്നെ ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുന്ന ആളുകളുണ്ട്. ടീച്ചേഴ്സിനും അതാണ്, ഡിമാൻഡും സപ്ലൈയും കൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ. കുറച്ച് സ്കൂൾസേ ഉള്ളൂ, അവിടെ കുറച്ച് വേക്കൻസി ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മളെല്ലാവരും കൂടെ ടീച്ചറാവാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ഇത്തിരി മാറി ചിന്തിക്കണം. ചില കാര്യങ്ങളിലൊക്കെ മാറി ചിന്തിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഇപ്പം ആരോടും നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഇല്ലാത്ത പിള്ളേരെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്കൂളുണ്ടാക്കിയിട്ട് എല്ലാവർക്കും പഠിപ്പിക്കാനായിട്ടുള്ള അവസരം കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. പിന്നെ ഈ സ്കൂളുകൾ നടത്തിക്കൊണ്ട് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല അത്ര ഭയങ്കര ലാഭകരമായിട്ടുള്ള ഒരു പരിപാടിയിലൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന സ്കൂളുകൾ വളരെ റെയറാണ്. വലിയ ഇൻ്റർനാഷണൽ സ്കൂൾസാണ് അങ്ങനെ ഭയങ്കര ലാഭകരമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. ബാക്കിയൊക്കെ ബ്രേക്ക് ഇവനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ടീച്ചേഴ്സിന് ഇത്രയൊക്കെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട്. എത്രയോ സ്കൂളുകൾ പൂട്ടിപ്പോകുന്നുണ്ടെന്നറിയോ? എന്നാൽ അതനുസരിച്ചിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി കുട്ടികളോട് കൂടുതൽ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാനായിട്ട് ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. വളരെ ഒരു ചെറിയ കൂട്ടം ആളുകൾക്ക് അത് അഫോർഡ് ചെയ്യാനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. സെൽഫ് ഫിനാൻസ് കോളേജുകളിലും അതൊക്കെ തന്നെയാണ് പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ഒരു സ്കൂൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണം. ബിൽഡിങ് കെട്ടി പൊക്കണ്ടേ? ബിൽഡിങ് കെട്ടി പൊക്കി ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് കയ്യിൽ ഫണ്ടുള്ള ഒരാൾ അത് ഇൻവെസ്റ്റ് ചെയ്ത് അയാൾക്കതിൻ്റെ ബാങ്ക് പലിശയെങ്കിലും തിരിച്ച് കിട്ടണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ട്. അത് ഈ ഡിമാൻഡിൻ്റെ ഒരു പ്രശ്നമാണ്. ഒത്തിരി ഉണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്, കോർപ്പറേറ്റ് കമ്പനികൾ, അതിൻ്റെയൊക്കെ ചൂഷണം ഓക്കെ, നമുക്ക് അത് പ്രശ്നമാണ്, അൺഎത്തിക്കലാണെന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറിയ സംരംഭങ്ങളായിട്ടുള്ള ചില സ്കൂളുകളുടെയൊക്കെ അവസ്ഥ ശോചനീയമാണ്. അതിനെ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ടീച്ചേഴ്സിൻ്റെ ശമ്പളം വളരെ മോശം തന്നെയാണ്. ഞാൻ ആ ഒരു പരിപാടി ഈ ശമ്പളം മോശമായതുകൊണ്ട് നിർത്തിയ ഒരു വ്യക്തിയാണ്. ഇതിനിടയിൽ ഒത്തിരിയധികം ലൈക്കുകൾ കിട്ടിയ ഒരു കമൻ്റ് ഉണ്ട്. ചേച്ചി പഠിച്ച് വെറുതെ വിലപ്പെട്ട ഒരു MBBS സീറ്റ് കളഞ്ഞു. കൂടുതൽ പഠിച്ച ഒരു സീറ്റ് നേടാമായിരുന്നല്ലോ. ആ കഴിവുള്ള ആളുകൾ ചിലപ്പോൾ സീറ്റ് എടുക്കും, കളയും. ആ കഴിവുള്ള ആളുകളെ കടത്തിവിടുന്ന കഴിവ് ഉണ്ടാക്കിയെടുക്കുക മത്സര പരീക്ഷകളിൽ എന്നുള്ളതാണ് മാസ്. അല്ലാതെ ഇവിടെ പോയിട്ട് ഒരാൾ ശമ്പളം ഇല്ലാതെ, അയാൾക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടാതെ, അയാൾ അണ്ടർപെയ്ഡായിട്ട് തുടരുന്ന സമയത്ത് ജോലി നിർത്തിയപ്പോൾ ഇടേണ്ട കമൻ്റ് അല്ല ഇത്. ഇതൊരിക്കലും ഒരു മാസ് വർത്താനമൊന്നുമല്ല, ഒരു തരം കഴിവുകേടാണ്. പിന്നെ ഒന്നാണ് 40K ഒന്നും നക്കാപ്പിച്ചല്ല ചേച്ചി. ഫ്രഷറായിട്ട് കയറുമ്പോൾ പിന്നെ എത്ര കിട്ടും? പിന്നെ കുറേ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ മിനിമം 2 lakh എബോവ് അല്ലേ ഡോക്ടേഴ്സിന് കിട്ടുന്നത്. പിന്നെ സ്വന്തമായി പാർട്ട് ടൈം ക്ലിനിക്ക് കൂടെ തുടങ്ങിയ ചാകരയില്ലേ ചാകര. കുറേ മാർക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ട്. ഏത് കാലത്താണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്ന കാലയളവ് എന്ന് പറയുന്നത് ഒരു 20 തൊട്ട് 40 വയസ്സ് വരെയൊക്കെയാണ്. ആ കാലയളവിലൊന്നും മിക്കവാറുള്ള ഡോക്ടേഴ്സ് പഠിച്ച് ഒരു ക്ലിനിക്കിട്ട ആൾ വരുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പല ആളുകൾക്കും എത്തത്തില്ല. മത്സര പരീക്ഷകളൊക്കെ കാര്യമായിട്ട് കഷ്ടപ്പെടേണ്ടതുണ്ട്. പിന്നെ ഈ 10-20 വർഷത്തിനിടയിലെ ഈ ലൈഫ് സ്റ്റൈലും കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യമായിട്ട് തന്നെ ഉണ്ടാവും. നന്നായിട്ട് ആസ്വദിക്കേണ്ട ഒരു സമയത്ത് ഒത്തിരിയധികം ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് എറേഴ്സ് ഉണ്ടാവുന്നതുകൊണ്ട് അതിൻ്റെ ചില തിക്തഫലങ്ങളും അനുഭവിക്കേണ്ടി വരും. ഈ 40 വയസ്സാകുമ്പോൾ നമുക്ക് 2 ലക്ഷം രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും ഉപകാരപ്പെടും? മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങൾ കുറച്ചും കൂടി അടിച്ചു പൊളിച്ചൊക്കെ നടക്കും. അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
പിന്നെ ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് ഡോക്ടർ ആവാത്തത് നന്നായി. അതെന്താടോ അങ്ങനെ ഒരു ടോക്ക്? അങ്ങനെയാണെങ്കിൽ പലർക്ക് ഇടയിലും സൂപ്പർ മാർക്കറ്റിലൊന്നും അരി പൈസയ്ക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ. കാരണം ആളുകളുടെ ജീവൻ നിലനിർത്തുന്ന ഭക്ഷണമല്ലേ. ഹോട്ടലുകളിൽ പൈസ വാങ്ങാൻ വേണ്ടി പറ്റുമോ? ഇതൊക്കെ എന്ത് ലോജിക്കാണ്? അതേപോലെ തന്നെയുള്ളൂ, ജീവൻ നിലനിർത്താനായിട്ട് പല കാര്യങ്ങൾ വേണം. ആ പല കാര്യങ്ങളും പണത്തിന് വേണ്ടിയൊക്കെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കൃഷി ചെയ്യുന്ന കർഷകൻ ആളുകളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവന് പണം വേണ്ടേ? പിന്നെ എന്തിനാണ് ഈ ഡോക്ടേഴ്സിന് മാത്രം ഒരു സെപ്പറേറ്റ് സേവന മനോഭാവം അടിച്ചേൽപ്പിക്കൽ? അവർക്ക് മാത്രം എന്താണ് ഈ പൈസയെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ പാടില്ലാത്തത്? ജീവൻ നിലനിർത്താനായിട്ട് ഒത്തിരിയധികം ഘടകങ്ങളുണ്ട്. അതിനകത്തുള്ള ഒരു ഘടകം തന്നെയാണ് ആരോഗ്യ പരിപാലനവും ഈ പറയുന്ന സംഭവമൊക്കെ. അതിനെ ഒരു സൈഡിൽ മാത്രം കണ്ടാൽ മതി. മൊത്തത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു പവർ കൊടുത്തിട്ട് ബെടക്കാക്കി സൈഡാക്കരുത് എന്നുള്ള ഒരു ഉപദേശം എനിക്കുണ്ട്. ഡോക്ടർമാരെ അടിച്ചമർത്തി സംസാരിക്കുന്നത് ഒരു കഴിവല്ല ഡൂഡ്, അതൊരു കഴിവുകേടാണ്. മണി മാത്രമാണ് നിങ്ങളുടെ മോട്ടീവെങ്കിൽ വല്ലതും BBA MBA ഒക്കെ എടുത്തല്ലാതെ MBBS പ്രൊഫഷനെ താഴ്ത്തി കാണിക്കാൻ നടക്കാതെ. ഡോക്ടറായാലും മണി ഉണ്ടാക്കാം, ബട്ട് ഷുഡ് ഫോക്കസ് മോർ ഓൺ യുവർ ഡ്യൂട്ടി ഇൻ മെയിൻലി മണി ഫ്ലോ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ നോളജ് ആൻഡ് ഡെഡിക്കേഷൻ. ഒക്കെ പറയാനൊക്കെ ഭയങ്കര രസമുള്ള സംഗതിയാണ്. അല്ലാതെ MBBS കയറിയിട്ട് മര്യാദയ്ക്കൊരു ഉണ്ടയും പഠിച്ചില്ലേ ഇതുപോലെ MBBSനെ പരട്ട ജോലി എന്നൊക്കെ കുറ്റം പറഞ്ഞ് താറടിച്ച് നടക്കും. ഡോക്ടറാവുന്ന ആളുകൾ രണ്ടുത്തരം ഉണ്ട്. ഒന്ന് നിങ്ങളെപ്പോലെ ഡോക്ടർ പ്രൊഫിക്സ് കിട്ടാൻ വേണ്ടിയും പിന്നെ പാഷനേറ്റ് ആയിട്ടുള്ളവരും മോമോ ഷോപ്പ് നോ വൺ റിക്വസ്റ്റ് പ്രൊഫഷണൽസ് പോകാൻ വേണ്ടി സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ ഡിമോട്ടിവേറ്റ് ആക്കാൻ നോക്കില്ല. ഈ ന്യൂ ഗേസ് പൂവാൾ അങ്ങനെയുള്ള ചിലവന്മാരുണ്ട്. ചുമ്മാ കൊണയടിക്കുക എന്ന് പറയും. പല സമയങ്ങളിലും നമ്മൾ ചില കാര്യങ്ങൾ അഭിപ്രായം പറയുന്ന സമയത്ത് നമ്മളും അങ്ങനെയൊക്കെയുള്ള കൊടയടി പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ റിയാലിറ്റി അതായിരിക്കില്ല. ഇപ്പം ഒരുത്തൻ ഇതിപ്പം ഈ വലിയ ഡയലോഗ് അടിച്ചിട്ടുള്ള അവൻ്റെ ചുറ്റുപാട് ചിലപ്പം, അല്ലെങ്കിൽ ഈ ചെങ്ങായുടെ ചുറ്റുപാട് ചിലപ്പം അതിന് അനുകൂലമായിരിക്കും. 40,000 പോക്കറ്റ് മണിക്ക് മതി, ബാക്കിയെല്ലാം ചുറ്റിനും വേറെ ആൾക്കാർ നോക്കുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്നും ജീവിക്കാനായിട്ട് നിലവിൽ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ അടിച്ചുകൊണ്ട് അങ്ങനെ നടക്കാം. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ ഭാരോ അല്ലെങ്കിൽ ജീവിതത്തിൽ ആ പ്രായത്തിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ ജീവിക്കുന്ന തരത്തിലേക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി തോന്നും. അതൃപ്തികൾ അറിയിക്കണമെന്നേ. ഈ ഭയങ്കര ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള സാധനം, നമ്മൾ ചെയ്യുന്ന ജോലി, കടമ, ഉത്തരവാദിത്തം, വേറെ ആരെങ്കിലും നമുക്ക് ജോലി തന്നിട്ടുണ്ട്, അതാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് വലിയ ഈ വാഴ്ത്തിപ്പാടലുകളോ പുകഴ്ത്തലുകളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചില പരിപാടിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അവിടെ സഹിക്കാം. ബാക്കിയുള്ള ഒരു കോർപ്പറേറ്റിൻ്റെ താഴെ നിന്നിട്ടൊന്നും ഈ പറയുന്ന വലിയ മഹാലാഘ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള ഗുണയടികളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അതൃപ്തികളൊക്കെ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഡിമാൻഡ് സപ്ലൈയും എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇപ്പം നിങ്ങൾക്ക് 40,000 രൂപ പോരാ എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച് ജോലി നിർത്തിയാലും ആ ഒരു ശമ്പളമൊന്നും കൂടാൻ വേണ്ടി പോകുന്നില്ല. കാരണം അത്രയധികം കുട്ടികൾ MBBS ഒക്കെ പാസ്സായിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ കാലഘട്ടത്തിന് യോജിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ MBBS മാത്രമുള്ളൊരു ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണമൊക്കെ വളരെ കുറഞ്ഞു വരികയാണല്ലോ. കാരണം ഒരു ഫിസിഷ്യനെ കാണാനായിട്ടാണ് ബേസിക്കായിട്ടുള്ള എന്ത് അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളും വിചാരിക്കുക. അവർക്കാകുമ്പോൾ വേറെ ആളുകളിലേക്ക് റെഫർ ചെയ്യാൻ കുറച്ചും കൂടെ നോളജ് ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളതാണ് ആളുകൾ വിചാരിക്കുക. ഇപ്പം MBBS മാത്രമുള്ള ഒരാൾ, അയാൾക്ക് അറിവില്ലാത്ത മേഖലകളിലുള്ള ചില സിംറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില ഡൗട്ടുകളൊക്കെ ആളുകൾക്കുണ്ട് കേട്ടോ. റെഫർ ചെയ്യാനായിട്ടൊക്കെ താമസം എടുക്കാറില്ലേ, അങ്ങനെ ചില സംഭവങ്ങളുണ്ടല്ലോ എന്നൊക്കെയുള്ള ചില അങ്കലാപ്പുകളുണ്ട്. അപ്പം കരിയർ വൈസ് കൂടുതലായിട്ട് ഈ കരിയറിൽ എക്സലൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ, അതിലെ ടോപ്പ് സാലറി നേടണമെന്നുണ്ടെങ്കിൽ ഏതൊരു കരിയറിലേതുപോലെ തന്നെയും ഹയർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ തന്നെ മുന്നോട്ടേക്ക് പോവേണ്ടി വരും. പക്ഷേ ഇതിനോടൊപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലി സാധ്യതയുള്ള ഈ ഒരു അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട സാലറി ഇതല്ല. കുറച്ചും കൂടി റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു 70-80 രൂപയെങ്കിലും മിനിമം സാലറി കൊടുക്കേണ്ടതുണ്ട്. കാരണം ബാക്കിയുള്ള ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇതേപോലെ തന്നെ സ്കില്ലുകളൊക്കെ നേടിയിട്ടുള്ള ആളുകൾക്ക് അത്രയൊക്കെ സാലറികൾ കേരളത്തിൽ തന്നെ പല കമ്പനികളും കൊടുക്കുന്നുണ്ട്. ടെക്നിക്കൽ ജോലികൾക്ക് അതിനേക്കാളും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന ഹോസ്പിറ്റലുകൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇത്രയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ നക്കാപ്പിച്ചയെക്കുറിച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ പറയുക. നിങ്ങളുടെ നക്കാപ്പിച്ച ആയിരിക്കില്ല എൻ്റെ നക്കാപ്പിച്ച, എൻ്റെ നക്കാപ്പിച്ച ആയിരിക്കില്ല നിങ്ങളുടെ നക്കാപ്പിച്ച. അപ്പോൾ നിങ്ങളുടെയോ എൻ്റെയോ നക്കാപ്പിച്ചകൾ തമ്മിൽ കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അന്യോന്യം പരാതിപ്പെടാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.